നിങ്ങൾക്ക് ഫിറ്റ്നസ്സിൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ന്യൂട്രീഷൻ ഫോളോ ചെയ്യണം. രണ്ടും അത്യാവശ്യമാണ്. സോ വർക്കൗട്ട് ഞാനിപ്പോൾ തൊടുന്നില്ല, ബിക്കോസ് നിങ്ങളുടെ ഗോൾ എന്തായാലും വർക്കൗട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. വെയിറ്റ് കൂട്ടാനാണെങ്കിലും വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും മെയിൻ്റനൻസ് ഫേസ് ആണെങ്കിലും. ബട്ട് ന്യൂട്രീഷനെ നമുക്ക് രണ്ടായിട്ട് വേണം തിരിക്കാം. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആളുകൾ, സിക്സ് പാക്ക് ഗോളായിട്ട് കൊണ്ടുപോകാനുള്ള ആളുകൾ. അപ്പോൾ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് 100% ഫുഡിൽ നിന്ന് തന്നെ നമ്മളുടെ മൈക്രോസും കൺസ്യൂം ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ സിക്സ് പാക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 90 to 95% മാത്രമേ നമുക്ക് ഫുഡിൽ നിന്നും കിട്ടൂ. ഒരു 5% നമ്മൾ സപ്ലിമെൻറ്റ്സിൽ കൊടുക്കേണ്ടി വരും. എസ്പെഷ്യലി മൈക്രോസ് നമുക്ക് ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട്. സോ വൈറ്റമിൻസ് ഓർ മിനറൽസ് നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കേണ്ടി വരും. ഫിറ്റ്നസ്സിൽ നമുക്ക് ഫ്ലെക്സിബിൾ ഡയറ്റ് നോക്കാം, ബിക്കോസ് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഈസി. സോ ഫുഡ് കാൽക്കുലേഷൻ വരുമ്പോൾ ഇതൊരു ബിഗിനിങ് സ്റ്റേജിൽ മാത്രം കാൽക്കുലേഷൻ ചെയ്താൽ മതി. പിന്നെ നമുക്കതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. എന്നാൽ സിക്സ് പാക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി സ്ട്രിക്റ്റ് ഡയറ്റ്. എവറി ഡേ യു ഷുഡ് കാൽക്കുലേറ്റ് യുവർ മൈക്രോസ് ആൻഡ് ഇറ്റ് ഈസ് ഹാർഡ് ടു മെയിൻറ്റെയിൻ. ദാറ്റ് ഈസ് വൈ ട്രെയിനേഴ്സ്, മോഡൽസ്, നാച്ചുറൽ ബോഡി ബിൽഡേഴ്സ് ഇവർക്ക് ഫിറ്റായിട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. മോഡൽസിന് ഫോട്ടോഷൂട്ട് കാണും, നാച്ചുറൽ ബോഡി ബിൽഡേഴ്സിന് കോമ്പറ്റീഷൻ കാണും. സോ ഇവരൊരു പായ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. പക്ഷേ ബിസി പ്രൊഫഷണൽസ്, അതായത് ബിസിനസ്സുകാർക്കൊന്നും അത്ര പായ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അവർ ഫിറ്റായിട്ടിരുന്നാൽ മതി. ബിക്കോസ് അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ്. എങ്കിലേ അവർക്ക് അവരുടെ ബിസിനസ്സും അതുപോലെ ഫാമിലിയൊക്കെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദേ ക്യാൻ ഫോളോ ഫ്ലെക്സിബിൾ ഡയറ്റ് ഓൾസോ, ബിക്കോസ് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഈസി.